അയ്യോ കൊള്ളാം കൊള്ളാം. പച്ച ഏത്തയ്ക്ക പുഴുങ്ങിയത്, പിന്നെ മുട്ട, കാന്താരി ചമ്മന്തി. പച്ച ഏത്തയ്ക്ക പുഴുങ്ങിയതിന്റെ വൈറ്റമിൻ A+ഉം കാന്താരി ചമ്മന്തിയുടെ വൈറ്റമിൻ B+ഉം ചേരുമ്പോൾ എന്റെ കൊച്ചമ്മയ്ക്ക് വീണ്ടും വീണ്ടും സർവായുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. നല്ല അടിപൊളി അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് ഒരുപാട് നീട്ടാതെ ഒരു ഉപ്മാവും മുട്ട റോസ്റ്റും വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞതല്ലേ. ഇഡ്ഡലി ചമ്മന്തി എവിടെയാണ്? ഇഡ്ഡലി ചമ്മന്തി അല്ല, രണ്ടുപേരും കൂടെ വരാറുണ്ടല്ലോ, അവരുടെയും കൂടെ ആവശ്യം അറിഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. അതെ. ആഹാ, നല്ല ചൂട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോക്കണം കൊച്ചമ്മ. കൊച്ചമ്മ, ഞാന് 98, 99 കാലഘട്ടത്തില്, അതായത് ചന്ദ്ര സാർ എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് മാർക്കണ്ഡേയ ഹോട്ടലിൽ ഞാൻ ജോലിക്ക് നിന്നായിരുന്നു. മുത്തുണ്ണ ഷെഫായിരുന്നാ? അതെ. പൊന്നു മോനെ, നിന്റെ ഓർമ്മ തെറ്റി. 98, 99 എത്ര? 98, 99 അല്ലേ? എന്റെ ഓർമ്മ ശരിയല്ലെങ്കിൽ പിന്നെ ഏത് വർഷം? 93, 94. 93, 94. ഞാൻ അവിടെ ഷെഫായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രായം പക്വതയും നന്നില്ലല്ലോ, കുഞ്ഞു പ്രായമല്ലേ. അന്ന് തൂത്ത് തുടക്കും, അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് സൂപ്പർവൈസർ. അല്ല, ഈ രാത്രിയാകുമ്പോഴേ ഡെസ്ക്, ബെഞ്ച്, തറ എല്ലാം തൂത്തിട്ട് ഡെസ്കിന്റെ പുറത്താണ് ഞങ്ങൾ കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എന്റെ മുതലാളിക്ക് നല്ലത് വരുത്തുന്നതാണ്. കാരണം പട്ടിണി എനിക്ക് അത്രമാത്രം പേടിയായിരുന്നു കൊച്ചമ്മ. അന്ന് ഒരു നേരത്തെ ആഹാരം മാത്രമാണ് കൂലി എന്ന് പറയുന്നത്. അത് ശരി. ഞങ്ങക്ക് വയറ് വിശക്കുന്ന, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെക്ക. മുത്തു, ഓ, നമ്മുടെ ആ വടക്കേ വിളയിൽ നിന്ന് നേന്ത്രക്കൊലേ അത് മുഴുവനും എടുത്ത് മുറിച്ച് പുഴുങ്ങി നല്ല കീറുകീറുന്നുള്ള കാന്താരി വെച്ചുള്ള ഈ ചമ്മന്തി, നല്ല നാടൻ മുട്ടയും, ഇത് നീ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ? എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇവിടെ കൊണ്ടുവച്ച് പ്ലേറ്റും വെച്ചേച്ച് നീ ആണ്ട വൈദ്യന്റെ അടുത്ത് പോയിട്ടേ, നാട്ടക്കാട്ട് വൈദ്യശാലയിൽ പോയിട്ട് എനിക്കുള്ള എണ്ണയും പിന്നെ നമ്മുടെ ഇച്ചിരി രാസായപ്പൊടി 2 മാച്ചോണ്ട് അതെല്ലാം ഇവിടെ കൊണ്ടുപോയിക്ക് കഴിക്കാനുള്ള. എന്തോ? അയ്യോ സ്വാമി, അല്ലെ പ്രസവവും പ്രതീക്ഷ എന്തിയേ? അവരെ കണ്ടില്ലല്ലോ. ഉണ്ട്, വരും. ആ, വേഗം കൊണ്ടുപോടാ, പിള്ളേരിപ്പോ വരും കേട്ടോ. വരുന്നേ. ആ, എത്തിപ്പോയി. സുരഭി മാറിക്കോ. ഇങ്ങോട്ട് പോയി. ആഹാ, ഇതാണ് സാധനം. വൈറ്റമിൻ A+, വൈറ്റമിൻ C+, B+, എല്ലാം ഉണ്ട്. A മുതൽ Z വരെ എല്ലാ പ്ലസും ഉണ്ട്. പ്രോട്ടീൻ ഇട്ടുപോയി. ഓ, നല്ല നാടൻ ഏത്തക്ക പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി. ഓ, എത്ര നാളാണ് ഇതൊക്കെ കഴിച്ചിട്ട്? നിങ്ങളെല്ലാരും കഴിച്ചു കഴിഞ്ഞോ? വയറ് നിറഞ്ഞു എന്റെ. അതെ, ഞങ്ങളുടെയൊക്കെ വീട്ടില് ഞാൻ കുഞ്ഞിലെ മുതൽ കണ്ടിട്ടുള്ളത് ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെക്കുന്നത്. ഇത് ചുമ്മാ വൈറ്റമിനും കലോറിയും അതും ഇതൊക്കെ നോക്കി വെച്ചിട്ട് പറമ്പിൽ കിടക്കുന്ന കായെല്ലാം കൂടെ പുഴുങ്ങി ഞാൻ ഇന്നവരെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലേ. അതിന്റെ ഗതികേടും വന്നിട്ടില്ല. പണ്ട് മക്കളെ 2018 ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നു, ഓർമ്മയുണ്ടോ? ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് വലിയ കുടുംബക്കാര്, ഈ പറയുന്ന പോലെ വലിയ അന്തസ്സുള്ള കുടുംബക്കാർ, ഇതൊക്കെ കണ്ട പുച്ഛിച്ച് തള്ളിയുന്ന കുടുംബക്കാർ ഒരുപാട് പേര് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വീടിന്റെ ടെറസിന്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ട് കയ്യും കാലും ഇട്ടടിച്ച് ഭഗവാനെ വിളിച്ച് വല്ലതും തിന്നാൻ തരണേ, വല്ലതും തിന്നാൻ തരണേ, വിശക്കുന്നേ എന്ന് പറഞ്ഞ കരഞ്ഞ കുടുംബക്കാരുണ്ട്, വലിയ കുടുംബക്കാരുണ്ട്. അതുപോലെ തന്നെ 4 ചുറ്റും മതില് കെട്ടി ഭദ്രമാക്കി നിർത്തിയ വീടിന്റെ മതിലിന്റെ മണ്ടയിൽ കൂടെ വള്ളമാവുന്നത് പാവം പിടിച്ച മുക്കോ തൊഴിലാളികൾ, മനസ്സിലായല്ലോ. അത് കൊണ്ടുവന്നവരോട്, അയ്യോ അനിയാ, ബ്രെഡോ പഴവോ എന്തെങ്കിലും ഉണ്ടോ എനിക്കൊന്ന് തിന്നാൻ? ഒരു ഉടുതുണി മാറാനുണ്ടോ? മാറാൻ തുണി പോലും ഇല്ല, എല്ലാം പോയി എന്നും പറഞ്ഞ് കരഞ്ഞ കുടുംബക്കാരുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓർത്തില്ലെങ്കിൽ ചില സമയത്ത്, ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത് ദൈവം തമ്പുരാൻ അതൊക്കെ ഓർമ്മപ്പെടുത്തും. പിന്നെ ഒരു പ്രധാന കാര്യം, രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കാനായാൽ അതിന് ദൈവത്തിനോട് നന്ദി പറയണം. ഭഗവാനേ, അത്രയൊക്കെ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഭഗവാന്റെ മുമ്പിൽ കുടുംബവും, ചെറിയ കുടുംബമോ വലിയ കുടുംബമോ മഹാരാജാവോ മഹാറാണിയോ ഇതൊന്നും പ്രശ്നമല്ലേ പൊന്നു മക്കളെ. നിങ്ങൾ വിഷമിക്കണ്ട, കൊച്ചമ്മ സഹിയായിട്ട് പറഞ്ഞു പോയതാ. കൊച്ചമ്മ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പച്ച വെള്ളം പോലും കുടിക്കാതെ തെരുവിലെ ആഹാരത്തിന് വേണ്ടി അലയണം. അപ്പോൾ മാത്രമേ പട്ടിണിയുടെ വില, പട്ടിണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ.
ഒരു മാറ്റത്തിന് വേണ്ടി പറമ്പ് ചെയ്യുന്ന ഏത്തക്കൊല വെട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞതാ. അതിനെയാണ് നിങ്ങളെല്ലാം കൂടെ നിന്ദിച്ചത്. വളരെ മോശമായി പോയേട്ടാ, വളരെ മോശമായിപ്പോയി. എന്തായാലും നിങ്ങൾ പറഞ്ഞ ആഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ഇന്നല്ല, നാളെ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, ദൈവത്തോർത്ത് ഇന്ന് അത് കഴിക്കും. നാളെ നിങ്ങൾ പറഞ്ഞ ആഹാരം ഉണ്ടാക്കാം. മുത്തുണ്ണ 2 പ്ലേറ്റ്.